ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ചായയാണ്. എന്നും നമ്മൾ ഒരേപോലുള്ള ചായ കുടിച്ച് മടുക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഈ മസാല ചായ കുടിക്കാം. അപ്പോൾ മസാല ചായക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് ചായക്കുള്ള അളവിലുള്ള കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 2 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്ക. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ ആവശ്യമുള്ളവർ ഒന്നുകൂടെ ചേർക്കാം. എനിക്ക് 2 ഗ്ലാസ്സിന് ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ഗ്ലാസ് ചായക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തേയിലയുമാണ്. പഞ്ചസാര കുറച്ച് ആവശ്യമുള്ളവർ കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആ ചായ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാമേ. ഞാൻ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ 1 ഗ്ലാസ് വെച്ചെന്നാണ് പറഞ്ഞത്. 1 ഗ്ലാസ് പാലാണല്ലോ ഒഴിക്കുന്നത്, അപ്പോൾ 2 ഗ്ലാസ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് ഞാൻ 2 സ്പൂൺ തേയിലയാണ് ഇടാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇഞ്ചി, കറുകപ്പട്ട ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചതിന് ശേഷം അങ്ങോട്ട് എടുക്കുക. ചെറിയ തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ തേയില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് ശേഷമേ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇഞ്ചിയും ഏലക്കായും എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അളവ് എത്ര പഞ്ചസാരയാണോ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ അളവ് ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. എന്നാൽ മാത്രമേ അതിൽ പ്രത്യേക നമുക്കിതിന് മസാല ചായക്ക് അപ്പോൾ നമ്മുടെ ചായ തിളച്ചു. നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കാമേ. ഇത് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേറൊരു കപ്പിലോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാമേ. ആഹാ, നല്ല കറക്റ്റ് ഈ അളവിൽ, ഇതേ അളവിൽ ഇഞ്ചി, ഏലക്കയും തേയിലയൊക്കെ ഇട്ടാൽ നല്ല കറക്റ്റ് പരുവത്തിനുള്ള കടുപ്പത്തിൽ നമുക്ക് ഈ ചായ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. എന്നും സാധാരണ ചായ കുടിക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു ചായ വല്ലപ്പോഴും ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബായ്.